ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജെ ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകാന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കഴിയുന്നത്. 3-4 മാസം മുന്നേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് അതിലെത്തിയിട്ടുള്ളത്. വേറെ എവിടെയും അങ്ങനെ ലോങ് ഒന്നുമല്ല, നമ്മുടെ അടുത്ത് തന്നെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം വയനാടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. മൂത്തമ്മയും മൂത്തമ്മാൻ്റെ മക്കളും അതേപോലെ തന്നെ നമ്മളെ ഫാമിലിയും എല്ലാവരും ഉണ്ട്. പോകുന്നതിന് മുന്നേ ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാവരും കൂടെ ഒരു ട്രാവലറൊക്കെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം കാറിൽ പോകുമ്പോൾ ആ ഒരു ഫീൽ കിട്ടില്ലല്ലോ, ഫാമിലി ഒന്നിച്ച് എല്ലാവരും ഇരുന്ന് പോകുന്ന ഒരു ഫീല്. അതുകൊണ്ട് നമ്മൾ ട്രാവലർ ആക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു തരം വൈബാണ് കേട്ടോ. കാരണം പാട്ടും ഡാൻസും അതേപോലെ തന്നെ തമാശയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലല്ലേ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ പഴശ്ശി മ്യൂസിയത്തിലാണ്. അപ്പോൾ അവിടെ അങ്ങനെ കാണാനൊന്നുമില്ല, എന്നാലും വെറുതെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാരപ്പുഴ ഡാമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയതായിട്ട് കുറേ ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടായിരുന്ന ഒരു റൈഡുണ്ട്. എൻ്റെ മക്കളെ എൻ്റെ ജീവൻ പോയിട്ടാണ് തിരിച്ചു വന്നത് ആ ഒരു റൈഡിൽ കയറിയിട്ട്. വലിയ കാര്യത്തിൽ വലിയ ആളെപ്പോലെ പോയതാണ്. കയറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത്രയും വലിയ സംഭവമാണ് കേട്ടോ. എല്ലാത്തിലും കയറി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തതുകൊണ്ട് അവിടെ എത്താൻ ലേറ്റ് ആകുന്നത് കാരണം നമ്മൾ ഈ ഒരു സംഭവത്തിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് എന്തായാലും തലകറക്കമൊന്നുമില്ല, ഇതിൽ പോയി പെടാൻ നിൽക്കണ്ട, നല്ല പണി കിട്ടും. സംഭവം ഒരു രക്ഷയില്ലാത്ത റൈഡാണ്, അടിപൊളിയാണ് കേട്ടോ. എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു 3D കയറിയിട്ടുണ്ടായിരുന്നു, ഇതും ഒരു അടിപൊളി സംഭവമാണ്, ഇതും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന റിസോർട്ട്. അപ്പോൾ പ്രൈവറ്റ് റിസോർട്ടാണ് കേട്ടോ. നമ്മളെ ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് പ്രൈവറ്റ് ആയിട്ടില്ല, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല റിസോർട്ടാണ്. 3 ബെഡ്റൂമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഒരു ഫാമിലിയുടെ കണക്കനുസരിച്ചിട്ട് നമുക്ക് പറ്റിയൊരു റിസോർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. പിന്നെ പൂളിലൊക്കെ കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നൈറ്റ് ആയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ പൂളിൽ നിന്ന് നമ്മൾ ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാട്ടും ഡാൻസും ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.